അപ്പോൾ ജോബി, ഞാൻ ഇവിടെ ഒരു ഗ്രാഫ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാഫിൽ 3 കേർവ്സ് ആണ്. ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഇതിൻ്റെ ഇക്വേഷൻ ഈ ബ്ലൂ കളറിൻ്റെ ഇതാണ്, y ഈസ് ഈക്വൽ ടു എക്സ്. ഓക്കെ, ഇത് എക്സ് ആക്സിസ്, ഇത് y ആക്സിസ് കേട്ടോ. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു എക്സ്. ഈ പച്ച കളർ ഓളിവ് ഗ്രീൻ കേർവിൻ്റെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു, അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർഡ്. അതേമാതിരി ഈ റെഡ് കളറിൻ്റെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടല്ലോ, നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ നോക്കുമ്പോഴേ അതിൻ്റെ വളർച്ച കോൺസ്റ്റന്റ് ആയിരിക്കും, എല്ലാവിടെയും ഒരേമാതിരി വളർച്ചയാണ്. ഏത് 2 പോയിന്റ് എടുത്തിട്ടും നമുക്ക് അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 2 കേർവ്സിനെ നോക്കുമ്പോഴുണ്ടല്ലോ, ഇതിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ ഫോർ എക്സാമ്പിൾ y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർഡ് കേർവ് നോക്കുകയാണെങ്കിൽ ഇത് ആദ്യം മെല്ലെ വളരുള്ളൂ. മെല്ലെ വളർന്ന് പോകുന്തോറും എക്സ് കൂടുന്തോറും വേഗം വളരും. അതിനെക്കാട്ടിലും വേഗം വളരും എക്സ് ക്യൂബ്. അതൊക്കെ എക്സ് ഈക്വൽ ടു 1ന്റെ മേലെയാണ് കേട്ടോ. എക്സ് ഈക്വൽ ടു 1ന്റെ താഴെ നേരെ തിരിച്ചാണ്. ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, സൂം ചെയ്തപ്പോൾ നമുക്ക് ഇത് ഇവിടെ കാണാം. 1ന് താഴെ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇവിടെ ഈ റെഡ് ലൈൻ, അതായത് എക്സ് ക്യൂബിന് ഏറ്റവും മുകളിൽ, അതിന്റെ താഴെ എക്സ് സ്ക്വയർഡ്, അതിന്റെ താഴെ എക്സ്. ഇവിടെ നേരെ തിരിച്ചാണ്. എക്സ് ആണ് ഏറ്റവും മുകളിൽ, പിന്നെ അതിന്റെ താഴെ എക്സ് സ്ക്വയർഡ്, അതിന്റെ താഴെയാണ് എക്സ് ക്യൂബ്. അപ്പോൾ എക്സിന് താഴെ ഞാൻ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഏറ്റവും വേഗം വളരണത് y ഈസ് ഈക്വൽ ടു എക്സ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർഡും y ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബും. പക്ഷേ നമ്മുടെ അത് 0 to 1 മാത്രമല്ലല്ലോ, ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും എക്സ് ക്യൂബാണ് ഏറ്റവും വേഗം വളരണത്, പിന്നെ എക്സ് സ്ക്വയർഡ്, പിന്നെ എക്സ്. ഓക്കെ, അപ്പോൾ ഇതിനെക്കാട്ടിലും വേഗമായിരിക്കും എക്സ് ടു ദ പവർ 4, എക്സ് ടു ദ പവർ 5 അങ്ങനെ. അപ്പോൾ ജിതൻ, ഏതാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും വേഗത്തിൽ വളരണത്? ഈ എക്സ് സ്ക്വയർഡ്, എക്സ് ക്യൂബ്, ഇതേമാതിരി എക്സ് ടു ദ പവർ 5, ഇതേമാതിരിയുള്ള പോളിനോമിയൽ കേർവ്സിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വേഗത്തിൽ വളരണത്, ജോബി കേട്ടിട്ടുണ്ടാവും, എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, എക്സ്പോണൻഷ്യലായിട്ട് വർദ്ധിക്കുന്നു. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ് ഏറ്റവും വേഗത്തിൽ ഇതിനേക്ക് നോക്കുമ്പോൾ വളരുക. ഇ ടു ദ പവർ എക്സ് എന്താണ്? ഇ ടു ദ പവർ എക്സ് എന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ. 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 തന്നെ, പ്ലസ് എക്സ് സ്ക്വയർഡ് by 2 factorial plus x cube by 3 factorial. അങ്ങനെ ഒരു ഇൻഫിനിറ്റ് സീരീസ് ആണ്. അപ്പോൾ ഇതിൽ ഇ ടു ദ പവർ എക്സിൽ എല്ലാ പവേഴ്സും ഉണ്ട് അല്ലേ? എക്സ് ടു ദ പവർ 2, എക്സ് ടു പവർ 3, എക്സ് ടു പവർ 1000, എക്സ് ടു പവർ 1000, എക്സ് ടു പവർ 10,000 എല്ലാം ഉണ്ട്. അപ്പോൾ ആ എക്സ് ടു പവർ 10,000, എക്സ് ടു പവർ 100,000 ഏതൊരു എക്സ് ടു ദ പവറിനെക്കാട്ടിലും വേഗം വളരണ ഒരു കേർവാണ് ഇ ടു ദ പവർ എക്സ്. സിപ്പ് എന്ന് പറഞ്ഞ് വളരും, വേഗം വളരും. പക്ഷേ ഇ ടു ദ പവർ എക്സിനെക്കാട്ടും വളരണ ഫങ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതെന്താ? അത് ഞാൻ പറയില്ല. എന്താ ജിതിൻ, പറയോ? ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ അങ്ങനത്തെ ഒരു ഫങ്ഷന്റെ ഒരു ക്ലൂ ഈ പേജിൽ തന്നെയുണ്ട്. അത് ശരി, എന്നാ ശരി. ഓക്കെ, നമ്മുടെ വിഷയം ഇതൊന്നുമല്ല. നമ്മുടെ വിഷയം എന്താന്ന് വെച്ചാൽ, എങ്ങനെയാണ് നമുക്ക് ഇതേമാതിരി സ്ട്രെയിറ്റ് ലൈൻ അല്ലാത്ത കേർവ്സിന്റെ സ്ലോപ്പിനെ പറ്റി സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇതിന്റെ വളർച്ച ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ ആലോചിച്ചപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ ഐഡിയ കിട്ടി. ശരി സമ്മതിച്ചു, ഓരോ പോയിന്റിനും ഓരോ വളർച്ചയാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ. അപ്പോൾ ഒരു ഐഡിയ എന്താന്ന് വെച്ചാൽ, അപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റിലത്തെ വളർച്ചനെ പറ്റി സംസാരിക്കണമെങ്കിൽ, അതായത് ഈ പോയിന്റിലത്തെ സ്ലോപ്പിനെ പറ്റി സംസാരിക്കണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ
ഇവിടെ ഈ കേവിൻ്റെ ഈ പോയിന്റിൽ ഒരു ടാൻജന്റ് ഇങ്ങനെ ഒരു ടാൻജന്റ് ലൈൻ വരയ്ക്കാം. എന്നിട്ട് ഓക്കെ, ഞാനത് വേറെ കളറിൽ വരയ്ക്കാം കേട്ടോ. അത് ശരിയായില്ല. ഓക്കെ, അത് ഈ പോയിന്റിലത്തെ ടാൻജന്റ് ലൈനില്ല, അത് ഇവിടുത്തെ ടാൻജന്റ് ലൈനാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഈ പോയിന്റിലത്തെ ടാൻജന്റ് ലൈനാണ് നോക്കണത്. അപ്പോൾ ഈ പോയിന്റിലത്തെ ടാൻജന്റ് ലൈൻ വരച്ചിട്ട് ഈ ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പാണ് ഈ കർവിന്റെ ഈ പോയിന്റിലത്തെ സ്ലോപ്പ്. ഇതായിരുന്നു ഐഡിയ. ഒരു നല്ല ഐഡിയ തന്നെയല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു കർവിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സ്ലോപ്പിന്റെ ഓരോ പോയിന്റിലും കർവിന്റെ ഓരോ പോയിന്റിലും ഓരോ സ്ലോപ്പ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഈ കർവിന്റെ ഈ പോയിന്റിലത്തെ സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അവിടുത്തെ ഒരു ടാൻജന്റ് ലൈൻ വരയ്ക്കും. ഇതങ്ങനെ അത് ശരിയായില്ലല്ലോ. മുമ്പ് ശരിയാവും തോന്നില്ല കേട്ടോ. അത്രയ്ക്ക് മതി. അപ്പോൾ ആ പോയിന്റിൽ ഒരു ടാൻജന്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. ഒരു ലൈനിന്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. അപ്പോൾ ആ ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പാണ് ഈ കർവില് ഈ പോയിന്റിലത്തെ സ്ലോപ്പ്. ഇതാണ് ഐഡിയ. ഓക്കെ, അതായത് the slope of a curve varies from point to point. The slope of a curve at a point is the slope of the tangent line drawn at the point. അപ്പോൾ ഇതാണ് ഐഡിയ. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഒരു വേറെ വല്ല കേവ് ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക പറഞ്ഞാൽ ഓരോ പോയിന്റിലും ഓരോ സ്ലോപ്പ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ പോയിന്റിലും സ്ലോപ്പ് കണ്ടുപിടിക്കുമെങ്കിൽ ആ പോയിന്റിൽ ഒരു ടാൻജന്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. അതാണ് ആ കേവിന്റെ ആ പോയിന്റിലത്തെ സ്ലോപ്പ്. ഇതാണ് കാര്യം. ഇത് ഗ്രാഫിക്കലായിട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ അനലിറ്റിക്കലായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു കേവിന്റെ ഒരു പോയിന്റിലത്തെ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ അടുത്ത് തന്നെ ചെയ്യും. നമ്മൾ കാൽക്കുലസ് ഒക്കെ നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ കാൽക്കുലസ് നിങ്ങൾക്ക് ഇതേമാതിരി ഞാൻ സ്ട്രെയിറ്റ് ലൈൻസിനെ പറ്റിയിട്ട് പറഞ്ഞ മാതിരി ഒരു ചെറിയൊരു കുറച്ച് വീഡിയോസ് 1-2 വീഡിയോസ് കാൽക്കുലസിനെ പറ്റിയിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. കാരണം ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ നിങ്ങളുടെ മാത്സിൽ നിങ്ങൾ ഇത് കുറേ കഴിഞ്ഞിട്ടേ പഠിക്കുള്ളൂ. പക്ഷെ നമുക്ക് ഇപ്പോൾ തന്നെ ഫിസിക്സിൽ ഇതൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻസിനെ പറ്റി പറഞ്ഞു തന്ന മാതിരി കുറച്ച് കാൽക്കുലസിനെ പറ്റിയും ഞാൻ പറഞ്ഞുതരും. അപ്പോൾ അതിൽ നമ്മൾ അനലിറ്റിക്കലായിട്ട് ഒരു കേവിൻ്റെ ഒരു പോയിന്റിലത്തെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് ഞാൻ പറഞ്ഞുതരും. ഇപ്പോൾ തൽക്കാലം സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു പോയിന്റിലത്തെ അവിടെ ഒരു ടാൻജന്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പാണ് ആ കേവിന്റെ ആ പോയിന്റിലത്തെ സ്ലോപ്പ്. ഓക്കെ, ഇത് ഞാൻ ഇതേമാതിരി എക്സ് സ്ക്വയർഡ് ഇതേമാതിരി കേവ്സ് അല്ല, നമുക്ക് ഏത് തരം കേവ്സിനും ഇത് ബാധകമാണ്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു കേവ് ഉണ്ടെന്ന് നോക്കിയാൽ ഓക്കെ, എങ്ങനെ ഒരു കേവ് ഉണ്ടെന്ന് വെച്ചാൽ ഇതന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ കേവിന്റെ ഈ പോയിന്റിലത്തെ ഒരു സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ടാൻജന്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഫിസിക്സിലത്തെ ഇതൊക്കെ നമ്മൾ ഫിസിക്സിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ.